ഇനി നമ്മൾ പോകുന്നത് നേരെ ഇടുക്കിക്കാണ്. കാരണം ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നു. പ്രസിഡന്റ് രാഷ്ട്രീയ വിവേകം കാണിക്കണമെന്ന് ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടുക്കുഴി പറയുന്നു. ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ജോയ് വെട്ടുക്കുഴി പറഞ്ഞു. VD സതീശൻ അനുകൂല പ്രകടനത്തിൽ നടപടിയെടുത്തതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റിനെതിരെ നേതാക്കൾ രംഗത്ത് വന്നത്. വിവരങ്ങളുമായി ജോയ്മോൻ ചേരുന്നുണ്ട്. ജോയ്മോൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം വലിയ വിമർശനമാണ് MPക്കെതിരെ, ഡീൻ കുര്യാക്കോസിനെതിരെ ഉന്നയിച്ചത്. മൂക്കാത്ത നേതാവ്, പഴുക്കാത്ത നേതാവ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പോലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ എന്താ നടക്കുന്നത് അവിടെ? സേതു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇന്നലെ നടത്തിയ, അതായത് ഇടുക്കി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് CP മാത്യു ഇന്നലെ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റിന്റെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ ഡീൻ കുര്യാക്കോസ് MPനെ രൂക്ഷമായ ഭാഷയിലാണ് CP മാത്യു വിമർശിച്ചത്. അതായത് അദ്ദേഹം MP ആയതിനു ശേഷം, അതായത് ഡീൻ കുര്യാക്കോസ് MP ആയതിനു ശേഷം യാതൊരുവിധ ഗുണവും DCCക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വിജയത്തിനായിട്ടും യാതൊരുവിധ പങ്കും ഡീൻ കുര്യാക്കോസ് വഹിച്ചിട്ടില്ല. ഡീൻ കുര്യാക്കോസ് മൂക്കാത്ത പഴുത്ത നേതാവാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ MP സ്ഥാനം തന്നെയാണെങ്കിലും അത് PG തോമസ് അടക്കമുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് CP മാത്യു നടത്തിയത്. ഇതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഇടുക്കി ജില്ലാ കോൺഗ്രസിലുള്ള പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു പടലപ്പിണക്കങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നത്. അതായത് CP മാത്യുവിനെതിരെ ഇന്നലെ തന്നെ പല നേതാക്കൾ രംഗത്ത് വന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നിപ്പോൾ UDF കൺവീനറായ ജോയ് വെട്ടിക്കുഴിയും വന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഈ പാർട്ടിയെ ചെലുവാരി ഓക്കെ ജോയ്മോനെ, ശരി.